ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ലോഡ്ജിലാണ് വന്നിട്ടുള്ളത്. സൽമാനും മറ്റൊരു ആവശ്യമായിട്ട് നമ്മൾ അപ്പൊ നമ്മള് എന്താ വെച്ചാല് നിഹാല് എല്ലാവർക്കും അറിയുന്ന പോലെ നിഹാലിന് 100K ആയി. അപ്പൊ നിഹാലിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് മാത്രം ഓന്റെ യൂട്യൂബ് ചാനൽ ഓന് ഇത്ര വലിയൊരു മടിയെ ഞാൻ കണ്ടിട്ടില്ല. ഞാനൊരു യൂട്യൂബ് ചാനൽ ഓനോട് തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അവനെ പരിചയപ്പെട്ട അന്ന് മുതലേ അവനോട് റിക്വസ്റ്റ് ചെയ്യണം, ഒന്നും തുടങ്ങിയില്ല. അവസാനം സകല ഫേക്കുള്ള ആൾക്കാർ ഓന്റെ പേരിൽ തുടങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഓൻ യൂട്യൂബിലേക്ക് കടന്നു വരുന്നത്. അപ്പൊ മാഷാ അല്ലാഹ് അവൻ ചാനൽ ഇപ്പം 100K സബ്ബായി. അപ്പൊ അതിന്റെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഞാനോട് പറയാതെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു എനിക്കൊരു ആവശ്യമുണ്ട്, നമുക്ക് സ്ഥലം പോകണം എന്ന് പറഞ്ഞിട്ടാണ് അപ്പം ഒരാവശ്യമുണ്ട് പറഞ്ഞിട്ടാണ് ഞാനും സൽമാനൊക്കെ ഇറങ്ങി. അപ്പൊ കുറെ ചോദിച്ചു, ഞാനും ഞാൻ എപ്പോൾ വരാം, ഒരു കൊറിയർ എടുത്ത് വരാണ്ട് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് കേക്കും കാര്യങ്ങളും പോയിട്ട് വാങ്ങാം. മധുരമില്ലാത്തണ്ടാവുക വിത്തൗട്ടില്ലല്ലോ, വിത്തൗട്ട് കേക്കില്ലല്ലോ. വിത്തൗട്ട് ഒന്ന് വിളിച്ചിരുന്ന ചെയ്യാമായിരുന്നു. ഒരു അണ്ടിപ്പരിപ്പുള്ളും കൂടെ വരുന്നല്ലേ കൊണ്ടോണ സാധനം. ഇപ്പൊ എന്താ പറയാ, ആരും മധുരം എന്നുള്ള ഒരു ചെറുതുണ്ട് അങ്ങനെ കുറവാ. വേറെ സാധനം നട്സും ഉണ്ടാവണോ, അടിപൊളി സാധനം. ഇതോ ടസ്ലേഷസോ? പക്ഷെ അത് പെട്ടെന്ന് ഒരു കൂലായില്ല. കുഴപ്പമില്ല, വണ്ടി കാറിലല്ല. ഒന്നും ഒഴിക്കൊന്നും വേണ്ട, ഡയറക്റ്റ് നമ്മൾ സാധാ ഗേറ്റ് കട്ട് ചെയ്യുന്ന മാത്രമേ കഴിക്കാം. ചോക്ലേറ്റ് സാധനം ഉണ്ടാവില്ല, നല്ലോണം ഇവിടെ ഉണ്ടാവും. പക്ഷേ സിറപ്പ് ഉണ്ടാവില്ല. അതിലൊക്കെ സിറപ്പ് കൊടുക്കും, സിറപ്പല്ല പാല് വേണ്ട ആക്കണം. എന്നും മറ്റല്ലേ കൊണ്ടുപോലെ പിന്നെ ഇതേതാ, ഇതാണോ? ഇത് നോക്കണ്ടല്ലോ, പറ്റ ചെറുതാവില്ല. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവരാം. ഇതെടുത്തു ചീസ് കേക്ക് എന്തെങ്കിലും ചീസ് കേക്ക് ചീസിന് ക്രീം ഉണ്ടാകാം. കാണിച്ചിടും എപ്പോഴാണ് മാത്രം വന്നിട്ട് മാസങ്ങളാണ്. കേക്ക് റെഡി ആയിട്ടോ? ഹാപ്പി 100K നിഹാൽക്ക. നിങ്ങളെ കൈയക്ഷരം സൂപ്പറാട്ടോ. കാര്യം അങ്ങനെ അതുകൊണ്ട് പേനോണ്ടല്ലല്ലോ ഇപ്പോഴും ആ പീച്ചി അങ്ങനെ ഇത് ഒരേ ലെവലിലാക്കാൻ ഒരു കഴിവാണ്. എല്ലാവർക്കും ഉള്ള കഴിവല്ലേ. കയറി കൗണ്ടറിലെത്തിട്ടോ. അതൊക്കെ ഉണ്ടോ ടെക്നിക്കൽ ഇഷ്യൂ ആണ്. അപ്പോൾ നമ്മളിതാ രണ്ടാമത് വന്നിട്ടുള്ളത് നിലമ്പൂര് പുതുതായി തുറന്ന് പ്രവർത്തനം ആരംഭിച്ച മോക്കൻ്റെ ഔട്ട്ലെറ്റിലാണ്. അപ്പോൾ ഇവരുടെ ഒരു ഷോറൂം നമ്മൾ എടപ്പാൾ ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരിക്കുന്നു. അപ്പോൾ ഇവർ പുതിയ ഷോപ്പാണ് നിലമ്പൂരിൻ്റെ ഫാഷൻ വിസ്മയങ്ങൾക്കുതകുന്ന, ഫാഷൻ തിങ്കിങ്ങൾക്ക് ഡ്രീമുകൾക്കുതകുന്ന ഡ്രസ്സും കൊണ്ടിട്ടാണ് മോക്ക ഇവിടെ നിലമ്പൂർ വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സ് എടുക്കാൻ ഇവിടെ വരലുണ്ട്. ഈച്ച് വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ട്, ഷാനു വന്നിട്ടുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിഹാലും കുറച്ച് ഡ്രസ്സൊക്കെ ഇങ്ങനെ നോക്കിപ്പോയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. അപ്പോൾ നിഹാലിന് പറ്റുന്ന കുറച്ച് ഡ്രസ്സും കൂടി വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നിഹാലിന് ഗിഫ്റ്റ് ചെയ്യാം. പോയോക്കാ എടുത്തോ ആ അല്ല വേണ്ട. ആരുടെ അവിടെ ജാക്കറ്റൊക്കെ ഇട്ട് ഇവിടെ തന്നെ നിൽക്കണേ. സ്ഥലേ മൂപ്പര് വിളിച്ചിനാ വർത്താനം. ഞാൻ കമ്പനിക്കാരനൊരു 100K അടിച്ചിരിക്കണം. അപ്പോൾ അവന്
അതൊരു സാധനം ഗിഫ്റ്റ് കൊടുക്കാൻ. എന്താ വർത്താനോ? ഞാൻ നോക്കട്ടെ, ഇവിടെ അല്ലേ ടീഷർട്ടോ ഷർട്ടോ എന്താ വെച്ചാൽ നോക്കാം നമുക്ക്. ഷർട്ട് ഏതാ അടിപൊളി? രസല്ലേ? കാണൂലേ? ആ എന്നിട്ടാ നല്ല ഫിറ്റിംഗ് ഉണ്ടാവും അല്ലേ സൽമാനെ? എനിക്കല്ല, രസല്ലേ? ഇത് കറക്റ്റ് ആവാൻ തോന്നുന്നല്ലേ? ആ സൈസാ ഇട്ടോക്ക്. അബ്ദുറഹ്മാൻ. ചെറിയ കുട്ടിക്ക് എത്ര വലിയ പേരാകട്ടെ? ജിനാഷ്. ആഹിൽ എത്രാം ക്ലാസ്സിലാണ്? ആഹിൽ 3 4 ഞാൻ 6. അത് നിങ്ങളുടെ ടീമിനെയാ? ലവ് ലെറ്റർ ഒക്കെ കൊണ്ടാണല്ലോ പോണേ. ഇതെന്താ ക്യാഷ് പ്രൈസ് ഉണ്ടാ? ഇതെന്താ ഫോൺ നന്നാക്കാനോ? എന്താ കത്ത്? അതിന്റെ റെസിപ്റ്റാ? വാറണ്ടി കാർഡാ? എവിടേക്കാ പോണേ? ഇമേജിക്കോ? ഇപ്പൊ എടുക്ക് ഗൾഫ് ഫോണിക്ക്. എന്നാ കാണാം. ബൈ ബൈ ഇസ്ലാം. കാണാം. ബൈ അത് രസമുണ്ട്. അതെടുത്തോളി. മീഡിയം പറഞ്ഞ അതേതാ? ലൂസ്ഫിറ്റ് ഇടലുണ്ടോ? കുഴപ്പമില്ല. ഉണ്ട്, നമുക്ക് മാറ്റാം, സീനില്ല. ഈ കളർ എടുത്താലോ? ഇതെടുത്താലോ? റിനാനെ ഇതൊന്നിട്ടാ ഇടല്ലട. ഇതിട്ടാ ക്യാമറ എടുക്കല്ലോ. റിനാന്റെ ബോഡി കാണിച്ചു കൊടുക്കല്ലേ? ബ്ലാക്ക് ഡ്രസ് ഉണ്ട്. ചോദിച്ചു ചങ്ങായിക്ക് ഇങ്ങനത്തെ കളറാവാൻ കൂടുതലും പറ്റുക. ബ്ലാക്ക് അങ്ങനെ വല്ലാതെ ഇടില്ല, കണ്ടിട്ടില്ല. ഇത് കറക്റ്റാലോ? ഇത് സെറ്റാടാ. ഇത് തന്നെയല്ലേ പോകാൻ ഫിറ്റ്? ഇത് രസമുണ്ട്. ഇത് രസമുണ്ട്. ഇതെടുക്കാം, നമുക്കൊന്ന് ഇതെടുക്കാം. ബ്ലാക്ക് ഒന്ന് അവിടെയൊക്കെ ഞാൻ ഇങ്ങനത്തെ ഇടലുണ്ട് ബോസ് അല്ലേ? ഇങ്ങനത്തെ സെയിം പോലത്തെ ഉണ്ട്. ആ ഇങ്ങനത്തെ നോക്കാം. ഇത് രസമുണ്ട്. ഇവിടെ ഇതെല്ലാം രസമുണ്ടല്ലോ സൽമാനെ. ആ ഇങ്ങനത്തെ നോക്കാം. സൈസ് അത് നല്ല ക്ലാസ് സാധനം. പക്ഷെ അത്ര സ്റ്റാൻഡേർഡിന് ഇയാളിന് പറ്റുമോ എന്നുള്ളത്. സ്റ്റാൻഡേർഡ് സാധനം കൊണ്ട് ബോസിന് പറ്റുമോ എന്നുള്ളത്. ഇടലുണ്ട് ബോസ് അല്ലേ? വല്ലപ്പോഴും ഒരു ജീനിക്ക് ഇടലുണ്ട്. ഇത് നോക്കാം നമുക്ക്. ഇതും വെക്കാം കേട്ടോ. ഒന്നും പറയല്ല. ഇത് മതിയാവൂലേ? അത് വലിയ ഇത് വാങ്ങട്ടോ. ഇത് കൂടി എടുക്കാം. ആ ട്രൗസർ കൊള്ളോ? അത് ആ ഏതോ വേണ്ടിരാ?
എക്സൽ എല്ലാം മതിയാവോ അതോ എക്സെല്ലൊന്നും വേണ്ട. അല്ല മീഡിയം വേണ്ട. ഈ കളർ എടുക്കാനാണ്. പറ്റ ഡാർക്കല്ലേ ഇതൊക്കെ ഇതൊക്കെ എല്ല് ഇതിപ്പോ ആകാവും ബോസിന് കറക്റ്റ് ആവും അല്ലേ ഇത് ഇടലും ഉണ്ട് ഇത് മതി ഇതും സെയിം കളർ തന്നെ വേറെ നീലുണ്ടാവും ഡാർക്ക് ഇത് രണ്ട് പറ്റിയ ബ്രോ ഇതെടുക്കാം അത് മതി. അപ്പോൾ നമ്മൾ സാധനങ്ങൾ ഫുള്ള് വാങ്ങിയിട്ടാ. ഇത് നിഹാലിന് ഇഷ്ടമുള്ള ഒരു ടൈപ്പ് ഡ്രസ്സ്, ഇങ്ങനത്തെ വിബ്സ്, ഇത് എപ്പോഴും ഇടുന്ന ടൈപ്പാട്ടാ. ഇതും കിട്ടി. അതേപോലെ തന്നെ നിഹാൽ ജാക്കറ്റ്സ് ഇടലുണ്ട്. അത് ഞങ്ങൾ മടക്കി വെച്ച് ഒന്ന് നിർത്തുന്നുണ്ട് കേട്ടോ. ജാക്കറ്റ്സ് ഉണ്ട്, ഒരു ജാക്കറ്റ്, പിന്നെ നിഹാലിനൊരു ട്രൗസർ, ഒരു കളർഫുൾ ട്രൗസർ, ഒരു കളർഫുൾ ബ്രീഫും വാങ്ങിക്കണേ. പിന്നെ നല്ല അടിപൊളി ജീൻ കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഞാനിടുന്ന ടൈപ്പൊക്കെ തന്നെ സാധനം കിട്ടിയിരിക്കണ്. ഇത് മിക്കവാറും ഞാൻ തന്നെ പോയിടും. കറക്റ്റ് എനിക്ക് ഭാഗമാണ് തോന്നുന്നത്. പിന്നെ ഒരു ജാക്കറ്റ്, വേറൊരു ജാക്കറ്റ്, അതേപോലെ തന്നെ രണ്ട് നല്ല ഷെയ്ഡിലുള്ള രണ്ട് പാൻറ് ഇട്ടാ. ഒന്നിത് ഒക്കെ ഇൻ്റെ ടേസ്റ്റിലാണ്. ഓന് പറ്റിയേക്കാറല്ലേ, എനിക്ക് പറ്റുന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഫുള്ള് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞ പോലെ നിലമ്പൂരുള്ള ഏറ്റവും പുതിയ ഷോപ്പായിട്ടുള്ള മോക്കയിലാണ്. അപ്പം ഇതിനൊക്കെ ഇനി ഒരുപാട് സ്റ്റോക്ക് പോലെ അവിടെ നിന്ന് ഇറക്കുന്നുണ്ട് ഇല്ലേ, കുറേ പണി നടക്കുന്നുണ്ട്, കുറേ അവിടെ ബില്ലിങ്ങിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ പെരുന്നാൾ പർച്ചേസും കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇവിടേക്ക് തന്നെ വരിക. വളരെ സ്നേഹമുള്ള ചെറുക്കന്മാരാണ്. ഇപ്പോൾ ഓരോരുത്തരുടെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മൾ A to Z ഒരു കാര്യത്തിന് ഹെൽപ്പ് ചെയ്യണവരാണ്. ഇവിടെ എത്ര ആൾ നിങ്ങൾ സ്റ്റാഫ്? ഒരു 10-15 ആൾ ഇവിടെ നമ്മളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ഇതിൽ നടക്കുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല സ്റ്റാഫ് സർവീസാണ്. അതുപോലെ നല്ല കളക്ഷൻസും ഉണ്ട്. അപ്പോൾ നോമ്പിന് കാര്യങ്ങളൊക്കെ നോക്കണവരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ പെരുന്നാൾക്ക് ഡ്രസ്സൊക്കെ നോക്കണമെങ്കിൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ പോവാണ്. ഒരു തംസപ്പ് കൊടുക്കി എടുക്കാം. നമ്മൾ ഒരുപാട് സാധനം വാങ്ങിക്കണ്ട. ഇത് ഫുള്ള് നമ്മൾ കൊണ്ടുപോവുകയാണ്. ഒക്കെ ഒറ്റക്ക് കൊണ്ടുപോകും. അപ്പം ശരി മുത്തേ, കാണാം. ഞാൻ അഞ്ചന്മാരോട് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഒരു ഫോട്ടോ എടുക്കാം. ബാബാ വീഡിയോ ഇത്രയും ഇടപെട്ടില്ല. ആയിക്കോട്ടെ. ചെറിയ സ്ക്രീൻ അത്ര മേലെ കിട്ടൂല. മേലെ കിട്ടും അത്ര. നോക്കണം എങ്ങനെ. ഓക്കെ, എന്നാ വിട്ട് കാണാം. ഇൻഷാല്ലാ. സീ യു ബ്രോ, സീ യു. ഇൻഷാല്ലാ കാണാം. അപ്പോൾ നമ്മുടെ ആഘോഷങ്ങൾക്ക് മാറ്റിക്കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഇറ്റ്സ് എ ബോയ്. പക്ഷെ ഇത് ഊതി വീർപ്പിച്ചണം. മുത്തേ മേത്ത് തൂക്കണുണ്ടോ? മറ്റേ എന്താ അത് നമ്മളെ മേത്ത് വരുന്നല്ലേ? നമ്മള് ചുമരുമ്പോ തൂക്കണതോ? അല്ലൊരു മാല പോലുള്ള ഇതേപോലത്തെ. ആ നമുക്ക് ബലൂൺസ് ആണെങ്കിൽ നമുക്ക് ബലൂൺസ് ഇതെടുക്കാം. ബ്രൈഡ് ടു ബി ഇതൊന്ന്. പക്ഷെ മറ്റേത് ഇപ്പൊ കഴിഞ്ഞാ. ഹാപ്പി ബർത്ത്ഡേ. ഇത് ഓൾറെഡി കെട്ടുകൂട്ടി വരുന്നതാ? ഓൾറെഡി കെട്ടി വരുന്നതാണോ? ഇതിങ്ങനെ ഈ ഒരു മോഡൽ കിട്ടും. ആ അവിടെ സെറ്റ് ഉണ്ട് ഇതിൻ്റെ. അത് മതി, സെറ്റ് മതി മുത്തേ. കുറച്ച് കളർഫുള്ള്. ആ കുറേ കളർ ഉണ്ട് കേട്ടോ. മഞ്ഞ എടുക്കല്ലേ? ഇത് എടുക്കല്ലേ? ഇടുപ്പുള്ളത്
ഒരു മിനിറ്റ് അനിയത്തി ഉണ്ടായിരുന്നു കാലന് പറഞ്ഞിട്ട് വരാത്ത ഫാനാണ്. അന്വേഷണം പറയണ്ടേ അതോടെ കാണാമോ? മഞ്ഞ എടുത്തില്ലേ? പോപ്പർ പൊട്ടിച്ച് നമ്മൾ തന്നെ തുടക്കേണ്ടി വരും കേട്ടോ അവിടെ. ഇതെന്താണ്? നമുക്ക് സാധാരണ ഊതി വീർപ്പിക്കണല്ലോ. ഇപ്പൊ നമുക്ക് ഊതി വീർപ്പിക്കേണ്ട ആവശ്യമില്ല. ഇല്ല, നമുക്ക് ഇങ്ങനെ കഴിഞ്ഞാൽ സാധനം സെറ്റ് ആവും. ബലൂണ് വീർക്കും. ബലൂൺ വീർക്കിട്ട് നമുക്കൊരു ഉദാഹരണം നമുക്ക് വേണമെങ്കിൽ ബലൂണൊക്കെ നമുക്ക് ഇവിടെ ആയിട്ട് വരുന്നുണ്ട്. സിസ്റ്റം നമ്മൾ കാണിച്ചു തരാം. ഇതാണ് നമുക്ക് ബലൂൺ വന്നത്. സിമ്പിളായിട്ട് സാധാരണ നമുക്കിതിൽ ബലൂണ്. ഹലോ, നമുക്ക് ബലൂൺ എടുക്കുകയാണെങ്കിൽ ഞാൻ ജാം ജൂം ഇതാരാ? പുതിയൊരു ട്രെൻഡായ ഒരു ബലൂണാണ്. ഇതേതാ നമ്പർ? മേലെ 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 അത് പൊട്ടൂലേ? പൊട്ടിയിരിക്കും. പൊട്ടിയിരിക്കും. ഞാൻ ചെറിയ മോളാണെങ്കിൽ ചെറിയ സെറ്റ് നമുക്ക് ഇവിടെ വരുന്നുണ്ട്. ഒറ്റ ഒന്ന് കനത്ത് പൊട്ടിച്ചാ കേൾക്കാൻ എല്ലാവർക്കും യൂസർ ആണേ വാങ്ങണേ. ഇത് വർക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? എടാ ദമ്മച്ചി വാങ്ങിയതേ. ജിമ്മി എന്താണ് പുതിയ ഐറ്റം? പേരൊക്കെ എഴുതിയിട്ട് സെറ്റ് ആക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം നമുക്ക് ഓരോ അക്ഷരങ്ങളായിട്ടും അതേപോലെ നമുക്ക് ഓരോ ആയിട്ട് നമുക്ക് എടുക്കാം. ഇത് വിട്ടോക്കട്ടെ. സ്പൈഡർമാന് ഇത് കുട്ടികളതാട്ടോ. സ്പൈഡർമാൻ്റെ ഒറിജിനൽ ഉണ്ടോ? സ്പൈഡർമാൻ്റെ ഒറിജിനൽ അതായത് ഫുൾ മാസ്ക് വരുന്നുണ്ടോ? വാങ്ങിത്തരേ. മുട്ടായി മതിയോ? വെള്ളം വേണോ? മുട്ടായി എന്നാ അത് കഴിച്ചോട്ടെ. ഇവിടുത്തെ പരിപാടി അടക്കിട്ടോ. ആയിക്കോട്ടെ. പറ്റിച്ചു ലക്ഷ്യത്തെ 2 മുട്ടായി കാരണം പറ്റിച്ചിട്ട് ഇച്ചത്ത് കിട്ടാനാ. ഞാൻ വരാം. താങ്ക് യു. ഞാൻ സ്പൈഡർമാനാ. സ്പൈഡർമാൻ സ്പൈഡർമാൻ്റെ ഫാനാ? സ്പൈഡർമാനാണ്. അനാന്നല്ല ഞാന്. നിന്റെ അടുത്തേക്ക് വരി. വല ഇടണം കാണിച്ചു തരാം. ആണ്ടോക്കി മതിയാ മേടിക്ക്. അപ്പൊ അനക്ക് ഇനി എങ്ങനെ ഫോട്ടോ ഇട്ടാ? ജിന്നോ ജിതിട്ടളാ? ഇതിട്ടളാ? ഇതൊക്കെ എത്ര നിന്നളാ? ആ ബാ, നമ്മൾ ടീമാണേ. ഓക്കെ, ഇത് എന്റെ സാധനം കൊണ്ടാ പെരെ കൊണ്ടുപോകല്ല. എന്നാ കാണാട്ടോ. ബൈ ബൈ. ഇതെടുക്കാം മറ്റേ സ്പൈഡർമാൻ. ഇതിന്റെ ഒറിജിനൽ മാസ്ക് ഉണ്ടോ? ഫുൾ കവർ സെറ്റ് ആയി. സെൽമയില പോയി. ഇത് നമ്മള് വാങ്ങിക്കണേ. ഇത് കിട്ടിക്കണേ. ഇതിന്റെ സെറ്റ് വാങ്ങി. നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ ഗിഫ്റ്റ് സെറ്റ് ഐറ്റംസ് ആയിട്ട് നമുക്ക് അപ്പുറത്ത് വേറെന്തല്ലേ ഗിഫ്റ്റ് ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട്. ഗിഫ്റ്റ് എവിടെ? ഹായ് ബ്രോ. ഹായ്. എന്താ ഇത് കൊണ്ടൊന്നല്ല. ഗുണ്ടാണല്ലോ. എന്താ മുത്തേ ഗിഫ്റ്റ് ഐറ്റം? ഇപ്പൊ നോക്കാം. ഞാൻ ഒരു ഇത് മൾട്ടിപ്ലഗ് വാങ്ങട്ടെ പെരീക്ക്. നമുക്ക് ഇത് നല്ല അടിപൊളി സെറ്റാണ് വരുന്നത്. നമുക്ക് ചാർജറൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇത് സെറ്റ്. കൈ എന്നാ അത് പേരെന്താണ്? ഞാൻ ചേട്ടൻ്റെ വീഡിയോ കാണണം. ഞാൻ ചേട്ടൻ്റെ ഫാൻസ് ആണ്. താങ്ക് യു. ഇപ്പൊ ആള് സാറാട്ടോ. വന്നപ്പോ തൊട്ട് ജാം ജൂമില് 6 പേരാണെങ്കിലും ചെക്കൻ്റെ അടുത്ത് വന്നോളിട്ടാ.
വന്നപ്പോൾ തൊട്ട് ചെക്കൻ ഓരോ പ്രൊഡക്റ്റാണ് നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. ചെറിയൊരു നൂല് വാങ്ങാൻ പോലെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറഞ്ഞിട്ടാണ് നമുക്ക് ചെറുക്കന് പറഞ്ഞു തരുന്നത്. എവിടെയാണ് ഷെബിൻ്റെ വീട്? ഇവിടെ ചെമ്പകൊല്ലി എന്ന് പറയും. ചെമ്പകൊല്ലി. ചെമ്പകൊല്ലി സ്കൂളിൽ വർക്ക് ചെയ്തിരുന്നു. ബാസിൽ ഞാൻ ചെമ്പകൊല്ലി സ്കൂളിൽ പഠിച്ചിരുന്നു. ബാസിലവിടെ വർക്ക് ചെയ്തിരുന്നു. നമ്മളെ കൂട്ടുകാരന് അവിടെ പൊട്ടോടത് കുട്ടികളെ പോട്ടിയാണത്. ആ ഷെബിൻ 70-34. അപ്പൊ ഷെബിൻ 70-34 എന്നുള്ള ഷെബിന്റെ ഐഡിയ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കട്ടെ. പാട്ട് പാടലുണ്ടോ? പാട്ട് പാടല്ല. അപ്പൊ ബോസിന്റെ പാട്ടൊക്കെ എല്ലാവരും കമന്റ് ചെയ്യട്ടോ, കാണാം. എന്നാ നമുക്ക് പോയേക്കാം. ബാ, താങ്ക് യു. നീച്ചി കുട്ടികളതാണത്. ഇങ്ങനെ വരുമ്പോ കണ്ടി ചടി അങ്ങനെ നമുക്ക് സമ്മാനം കാര്യങ്ങളായിട്ട് കൊടുക്കണ്ടായിരുന്നു. ഞാൻ ഒരു പാട്ടിനൊക്കെ ദിവസം. അപ്പൊ എനിക്ക് അങ്ങോട്ട് വരാൻ ചേട്ടനെ കാണാൻ പറ്റില്ല. ചേട്ടൻ ഓരോ തിരക്കിലും കാര്യത്തിലും നമുക്ക് ഇങ്ങനെ പോണെന്നാണ്. പിന്നെ എല്ലാരും വരുന്ന സ്ഥലം കൂടിയാണ്. അപ്പൊ ഒരു കൈ തട്ടി കഴിഞ്ഞാൽ അടുത്ത കൈ എവിടെയാണെന്ന് പറയാൻ പറ്റില്ല. മനസ്സിലായി. അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷം. ഒരുപാട് താങ്ക്സ്. എന്നെ പരിചയപ്പെട്ടില്ല, എനിക്കും സന്തോഷം. ആ ഫോട്ടോ എടുക്കാവോ? ആ ബ്രോ, ഓക്കെ. നമുക്കിനി വേറെന്താ വാങ്ങാം? പോകാൻ മടി. വാ വേടി, വാ മുത്തേ. ഓക്കെ, പോയോക്കാ സൽമാനെ. എന്നാ ഓക്കെ മുത്തേ. ഇത് ആ സെറ്റാക്കാം. ഓക്കെ മുത്തേ. ഇതെടുക്കാം. കുഞ്ഞു നമുക്ക് ചാർജറൊക്കെ സുഖമായിട്ട് ചെയ്യാം. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇത് നല്ല വലുതാണ്. പുറത്തേക്ക് നമുക്ക് ഗൾഫ് രാജ്യങ്ങൾ കൊണ്ടുപോകുകയാണെങ്കിലും ഇത് ഗൾഫിലേക്ക് കൊണ്ടുപോകും ചെയ്യാം. എന്താ വെച്ചാൽ അവിടുത്തെ പ്ലഗിനൊക്കെ വെച്ചാൽ വേറെ ഐറ്റം പ്ലഗ് ഒക്കെ. അപ്പോൾ നമ്മൾ ചെറിയ പ്ലഗ് കൊണ്ടുപോയാൽ അവിടെ കയറാൻ സാധ്യത ഉണ്ടാവില്ല. നമുക്ക് ഇങ്ങനെ ഒരു സെറ്റ് കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് സെറ്റാക്കാം. ഇത് ഓവർ സെറ്റപ്പാണിത്. നമുക്ക് ഇതിന് വേറൊരു ഐറ്റം വരുന്നുണ്ട്, ഇതില്ലാതെ വരുന്നുണ്ട്. നമുക്ക് പുതിയൊരു ഐറ്റം ഇതിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടോ? ഇതോ ഇതും കുഴപ്പമില്ല. നമ്മൾ സാധാരണ നോർമൽ ബാറ്ററി ഇത് മതി. നോർമൽ പെരേക്കുണ്ട്. ആണെങ്കിലും കുഴപ്പമില്ല. എന്താ വെച്ചാൽ നമുക്ക് പുറത്ത് അത്യാവശ്യം പോവുകയാണെങ്കിൽ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാനും ഗൾഫ് രാജ്യങ്ങൾക്ക് കൊണ്ടുപോകണം. മനസ്സിലായി. സൗദി എന്തായാലും അടുത്ത പ്രാവശ്യം എന്തായാലും വാങ്ങും. നമുക്ക് ബൾബാണെങ്കിൽ നമുക്ക് 12 വാട്ട്സ് വരുന്നുണ്ട്. ബൾബുണ്ടോ? ഇങ്ങോട്ട് വന്നോ. ബൾബോ ചെറുക്കൻ മനസ്സിലായി. നമുക്ക് 2 ബൾബിന്റെ കമ്മിയുണ്ട്. മനസ്സിലായി. അതിൽ ബോസേ 2 ബൾബ് എടുത്തോ. ഓനെ കൊടുക്കേണ്ടത് ഇവിടെ ക്രിസ്മസ് അതിനല്ലോ കഴിഞ്ഞ പ്രാവശ്യം. ഇവിടെ ഫുള്ള് ക്രിസ്മസ് അപ്പൂപ്പനൊക്കെ. ഇപ്പൊ ഫുള്ള് അള്ളാ പടച്ചോന്നൊക്കെ ആക്കി റമദാൻ മാസമായപ്പോ. ക്രിസ്മസ് ഫുള്ള് അപ്പൂപ്പനും ഇത്. ഓണത്തിന് ഫുള്ള് പൂക്കളം അങ്ങനത്തെ പൂവ് അങ്ങനത്തെ സാധനങ്ങള്. റമദാൻ മാസം ഫുള്ള് അള്ളയും പടച്ചോനും. മാറ്റിയത് അത് കറക്റ്റ് അതൊക്കെ മാറി. അവിടെ അപ്പൂപ്പന്റെ താടിയടാ ഫുള്ള് അപ്പൂപ്പന്റെ കോസ്റ്റ്യൂം. പോയോക്കാ ക്ലോക്കോ? അത് സീയിങ് ക്ലോക്ക് ആണല്ലോ. ഇതിന്റെ യന്ത്രം മുന്നിക്കാണല്ലോ. ഇതിന്റെ യന്ത്രം ഇതിന്റെ മൂട്ടിൽ വെക്കേണ്ട സാധനം മുന്നില്. എല്ലാ ക്ലോക്കിന്റെ ഉള്ളിലാണ് ഇത് ഉണ്ടാവുക. മതിയടാ ചെങ്ങായിനെ. മതി മുത്താവ് മതിയാ മതി. ഇതെന്താ സ്പൈഡർമാന്റെ വീടോ? ചെറിയ കുട്ടികളെ ഒരു കുട്ടി വീട് എന്ന് പറഞ്ഞ പോലെ നമ്മള് ചെറിയ പ്രായത്തിൽ നമ്മള് കുട്ടി വീടായിരുന്നു. ആടാ അതിന് കൂടില്ല. ഓ എടാ ജീവല്ലനെ കൊണ്ട് അവിടെ കുടുങ്ങിക്കണ്. ഉമ്മാനെ കൊണ്ട് ജീവല്ലാത്ത അങ്ങനൊന്നും ആരും ഇല്ലടാ ഗിഫ്റ്റ് കൊടുക്കാൻ. പെരയിലുണ്ട്.
എടാ ഈ സ്പൈഡർമാൻ്റെ കുടി നേരെ നമുക്ക് ചൂടുകാലമൊക്കെ വരല്ലേ കുറച്ച് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാം വാട്ടർ ബോട്ടിൽ ആ സ്പൈഡർമാൻ്റെ പേര് ഇരുന്നു കേട്ടോ ചൂടുകാലായപ്പോൾ കുറച്ച് വാട്ടർ ബോട്ടിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് വാട്ടർ ബോട്ടിൽ തീ പാറും വാട്ടർ ബോട്ടിൽ 39 രൂപയ്ക്ക് 39 രൂപയെ അപ്പോൾ ശരിക്കും നമ്മളൊരു മിനറൽ വാട്ടറിന്റെ കുപ്പി വാങ്ങിയാൽ നമുക്ക് അതിൽ വെള്ളം കുപ്പിയും കൂടി 20 രൂപ കിട്ടൂലേ ട്രെയിനിൽ ഒരു യാത്ര പോകുന്ന വിചാരിക്കും നമ്മൾ യാത്ര പോയാലും നമുക്ക് നല്ല ദാഹമുണ്ട് കുറച്ച് വെള്ളം കുടിക്കാൻ ആരും തരുന്നില്ല ആരുടെ അടുത്ത് വെള്ളമില്ല അപ്പോൾ നമ്മൾ കൊണ്ടുപോകണം നമ്മുടെ അടുത്ത് ഒരു കുപ്പി ഉണ്ടെങ്കിൽ ഒരു വെള്ളം ആ ഒരു ശക്തി വേറെ തന്നെയാണ് വെറും 39 പിന്നെ മോട്ടറാക്കണം ഈ ബൾബ് വരുന്നത് ഒരു കൊല്ലം വാറന്റി നമുക്ക് വരുന്നുണ്ട് വെറും 45 രൂപയ്ക്ക് നമ്മൾ 45 രൂപ ബൾബോ കഴിഞ്ഞ പീസ് അടിച്ച് നമ്മളെ തേറ് കൊടുക്കും ഒരു ഭാഗങ്ങൾ കൊണ്ട് നമുക്ക് പുതിയൊരു ബൾബായിട്ട് നമുക്ക് വീണ്ടും എറിഞ്ഞാലും പ്രശ്നമല്ല എറിഞ്ഞു വിട്ടാലും മാറ്റി തരും. അല്ല ഒരു കൊല്ലം വാറന്റിയുള്ള സാധനമാണ് ഞങ്ങളിവിടെ ചെക്ക് ചെയ്യും ഡേറ്റ് ചെയ്ത കാര്യങ്ങൾ ഒന്ന് മേടിച്ചാലോ? എന്തിന് എൻ്റെ പറയണില്ലട്ടോ ഇതിൽ പറയാം എടാ ഇത് പെരയൊക്കെ ആവശ്യം ഇത് പെരയൊക്കെ ആവശ്യമുള്ള സാധനടാ അമ്മമാർക്ക് ആവശ്യമുള്ള സാധനമാണ് ഫുഡ് പ്രൊഡക്റ്റ് പിന്നെ നല്ലൊരു കമ്പനിയുള്ള സാധനം മുത്തേ സലാഡ് ഉണ്ടാക്കല്ലേ ഉള്ളിയൊക്കെ അരിഞ്ഞാണ്ട് അല്ലേ ട്രണ്ട് പുതിയ പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ പുതിയ സെറ്റാണ് ഇനി മതി ഞങ്ങൾ പോട്ടെ ജോലിച്ച് നമ്മളെ പേരൊക്കെ കറങ്ങട്ടോ കാണാം എൻ്റെ പള്ളി എരുമോണ്ട് പള്ളി പുളിക്കേക്കാട് എരുമോണ്ടാണ് എരുമുണ്ടാ എൻ്റെ സ്വന്തം പള്ളിയാണ് സ്വന്തം പള്ളിയോ ആ എൻ്റെ ഏട്ടപ്പൊക്കെ പള്ളിയാണ് എടവക അങ്ങനെ 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 എരുമോണ്ട പുളിക്കേക്കാട് എന്ന് പറയും ആ ആലപ്പാറ റൂട്ട് അങ്ങനെ അപ്പോൾ എല്ലാവരും ഒന്ന് അവിടെ ഇടയ്ക്കൊക്കെ ഇറങ്ങുക എല്ലാരും അയിക്കൂടിയൊക്കെ വരും കേട്ടോ ഇവിടെയൊക്കെ ഒന്ന് വരിക പേരെന്തേലും ഷിബിൻ എൻ്റെ ഒരു ഷബിൻ എന്നാണ് അപ്പോൾ അവിടെ നല്ല ഫോട്ടോ കാര്യങ്ങൾ എടുക്കാൻ നല്ല അടിപൊളി സ്പോട്ട് ഉണ്ട് സ്പോട്ടാണ് വരുന്നത് നല്ലൊരു പള്ളി കാര്യങ്ങളൊക്കെ എല്ലാവരും അതിലൊക്കെ ഒന്ന് വരിക ഇൻഷാല്ല എന്നാ എല്ലാരും അതിലേക്ക് ചെല്ലും കേട്ടോ ഇൻഷാല്ല എന്നാ കാണാം താങ്ക് യു സോ മച്ച് ബോസേ എല്ലാം സെറ്റ് ചെയ്തു പേടിക്കണ്ട മുത്ത തീ പാറും പറയല്ലേ എന്റെ ഏട്ടനോട് പോയി പറയല്ലേ ഫുൾ സർപ്രൈസ് ആണ് ഇപ്പൊ തീ പാറോടെ വീട്ടില് സർപ്രൈസ് ഉണ്ട് പറയലട്ടോ വിളിച്ചിട്ട്. ഉമ്മച്ചി വീട്ടില സർപ്രൈസ് ഉണ്ട് പറയലട്ടോ വിളിച്ചിട്ട്. സർപ്രൈസ് ഉണ്ടെന്ന് പറയലട്ടോ. 15 വർഷത്തിന് 2 ബൾബാ വാങ്ങിക്കണത് മിജു ബായ് നീ എല്ലാം പോവല്ലേ നമുക്ക് പോവല്ലേ വരി ബാ ചെക്കനോട് പറയും സെറ്റാക്കണം സംഭവം ബാ 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 എടാ നമ്മളിപ്പോ ഒരു ചങ്ങായി കൂടി ഇല്ലേനോ ഒന്നര വീഡിയോ ട്ടോ. അപ്പൊ ഇന്ന് പൊളിക്കും ഇത് പോന്നല്ലോ നമുക്ക് മറ്റേ ചാർജർ കുത്താ ബില്ല് കേട്ടോ കണ്ടിട്ടില്ല ഒരു സിപ്പും കൂടി കുടിച്ചാ വേഗം കുടിച്ചേ നമ്മള് സ്നേഹത്തിലാണ് ഒരു സാധനം എനിക്ക് കുടിക്കാൻ വയ്യ ഒരു സിപ്പാണ് കുടിച്ചാൽ അത് ഇത് ഞാൻ തരില്ല ഇത് ടേസ്റ്റുള്ളതാണ് സൂപ്പർ സാധനല്ലേ ബോഡിക്ക് നല്ലതാ നോ ഷുഗർ നോ പവർ എന്ന് പറഞ്ഞു കണ്ടോ ഞാൻ കുടിച്ചാ വിരിച്ചൊന്നും വേണ്ട വിരിച്ചൊന്നും വേണ്ട അല്ല പൊട്ടിച്ച ഞാൻ ഇതിങ്ങനെ മൂടിയിട്ടെ തട്ടടിമാ എന്നാ തട്ടടി എന്നാലും തട്ടടി ഞാൻ ഉണ്ടാവില്ല എൻ്റെ ഫ്രെയിമിൽ വന്ന് നിൽക്കും ഇതെന്താ ഫുള്ള് കൊറിയറാണല്ലോ ഇവിടെ ഓന് മനസ്സിലായിക്കണേ ഓടെ മുണ്ടാതെ മേടക്ക് വർക്കൗട്ട്
എടാ വണ്ടൂർക്കാരൊക്കെയുള്ളേ? ഇവിടെ സൈലൻ്റായി, എല്ലാവരും സൈലൻ്റായി. ചെങ്ങായി എന്നോട് ഭയങ്കര സ്നേഹം, എപ്പോഴും നിങ്ങൾ ചീത്ത പറയും. താങ്ക് യു. എടാ വണ്ടൂർക്കാരല്ലേ? ആടാ ഒരു 100 ആൾ വിളി. വണ്ടൂർക്കുണ്ടോ? വണ്ടൂർ ഇല്ലടാ, വെജാണോ? ഞാൻ പോയി വിളിച്ചുതരാം. നിയാൽ വണ്ടൂർ വണ്ടൂർ. ഓ ഇവിടുന്ന് വർക്കൗട്ട് ഇതിൽ പാട്ടിട്ടുണ്ടോ? വർക്കൗട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടോ? പാട്ടിടല്ലേ? സോഡ കുടിച്ചാണോ? എല്ലാം പോരിട്ടോ. മുത്ത അടിയിൽ കിട്ടില്ല കോസ്റ്റ്യൂം ഉണ്ട്. പൊള്ളി മൂട് വരുന്നില്ല. ജില്ലല്ലോ. ആ അൻപറ അൻവർ ഇൻ ഡെപ്റ്റിലായ അൻവർ. ഇനി മതി. പിന്നെ കേട്ടോ എൻ്റെ ആർട്ടിഫിഷ്യൽ ആക്ടിങ് കേട്ടോ കേട്ടോ. ആരുമില്ലടാ, ഉള്ളവർ വരണ്ടാന്നൊക്കെ. എടാ എടാ ആരടാ? തിളപ്പിച്ചാൽ വെള്ളം കുടിക്കുക അവിടെ. ബുദ്ധി എന്തേ? എനിക്കൊരു ഗ്ലാസ് ഉണ്ട്, ഇട്ടോ സ്പെഷ്യലി നിനക്കായി വാങ്ങിയതാ. നല്ല സ്ഥലേ, ഞാൻ ഒന്ന് വാങ്ങി. ചെറിഞ്ഞിട്ട് കൂട്ടി ഇങ്ങനെ. ഒരു പെണ്ണെട്ടി പരിപാടി വെച്ചാൽ അത്ര ടൈം അത്ര നേരം കാത്തിട്ടാണ്. ഓ ലൈറ്റിട്ടാണ് നിയാലിന് എന്നുള്ള പരിപാടിയാണ്. ഒരു സ്ഥലത്തേക്ക് വിളിച്ചാൽ നിയാലിനോട് ശരിക്കും 1/2 മണിക്കൂർ മുന്നേ വരണം. ഒരുങ്ങി സൺസ്ക്രീനൊക്കെ ഇട്ടാണ്ടേ വരുള്ളൂ. ഇങ്ങോട്ട് കണ്ണു കടിച്ചോ? ഓ അത് പൊട്ടിയതാണ് ഇപ്പൊ ഇത്. ഓ ഏറിപ്പോയി, വല്ലാണ്ട് കൂടിപ്പോയി. മതിയടാ, ഒരാളെങ്ങനെ ആക്കണേ. അതെന്നാ ബാക്കി ഉണ്ടാവും. എടാ ഒരു ടീഷർട്ട് ഓടിക്കി എന്നാ.
ടീഷർട്ട് ഇട്ടലാ ആരാണ് ഇപ്പൊ അത വാങ്ങിയേ മോശട്ടെ അപ്പൊ സുഹൃത്തുക്കളെ ജന്മദിനപ്പം മുറിക്കുവാൻ സമയമായി. അപ്പൊ ഇന്നേക്ക് 100K ആയ നിഹാലിന് അഭിനന്ദന പ്രവാഹങ്ങളാണ് ഇവിടെ ഒരുങ്ങുന്നത്. ബ്രൈറ്റ് ബി നമ്മളെ ഇന്നത്തെ ബ്രൈഡ് കേക്ക് മുറിക്കാം. ജന്മദിനപ്പം മുറിക്കുവാൻ സമയമായി. ഇതാ മിജുബായ് ലൈവ് കാണുന്നുണ്ട്. ബാബാ നിയാല് വാ മുറിക്ക. കേക്ക് മുറിക്കാൻ സമയമായി. മുറിച്ചിട്. എന്റെ മുത്ത ഒരു ക്ലോസ് അടിച്ച ജിമ്മിയ പൊളിച്ചു. ഗിരിയേട്ടൻ കലക്കി. അത് കലക്കി. മുറി കേക്ക് മുറി. അപ്പൊ 100K ആസ്വദിക്കുന്ന നിഹാൽക്കാക്ക് എല്ലാവരും കൈയടിക്കണ. മധുരം സൽമാൻ ഓൽക്ക് കൊടുക്ക്. ഒറ്റക്ക് സൽമാൻ ഇന്നേക്ക് ഒരു പിടി. സൽമാൻ ഇനി ഒരു പിടി മോത്ത് വേസ്റ്റ് ആക്കത്തിട്ടോ. പെണ്ണിമാനൊരു പിടി കൊടുക്ക്. എടാ കൊടുക്കടാ. റിനാൻ ജിമ്മിക്ക് ഒരു കടി. നീ കുറച്ച് സമ്മാനങ്ങൾ. പവിഴം പവിഴം നല്ലെണ്ണ നൽകുന്ന 1/2 കിലോ ഡ്രസ്. മോക്ക് നൽകുന്ന ഡ്രസ് ഇതാ ഇട്ടോക്കെ. നോക്ക് ഇങ്ങനെ ഞാൻ തുറച്ചോ. ജാക്കറ്റ് റൈഡിംഗ് ജാക്കറ്റ്. ഒരു കണ്ണാപ്പി ജാക്കറ്റ്. ഒരു കിഡ്ലൻ പാന്റ്. ഇന്റെ സൈസിൽ തന്നെ എടുത്തു. കമ്പനി സോപ്പ് നൽകുന്ന 1/2 കിലോ സോപ്പിന്റെ ബാർ. വീണ്ടും ഇതൊക്കെ നമ്മളെ കേട്ടോ. ജാക്കറ്റ് കിടലൻ. ഇഷ്ടപ്പെട്ടില്ലേ? ഇനി ഇറുക്കത്തിനും മുറുക്കത്തിനും വിബ്സ് ഇടുന്ന തരത്തിലുള്ള വിബ്സ്. അത് അതിൽ കേക്കാക്കണ്ടോ. എനിക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കേക്കാക്കണ്ടോ. ഇതാ ഇതും അതേപോലെ തന്നെ. ഇത് അറ്റ്ലസ് ജൊല്ലി കുഞ്ഞ. ഒരു ജീൻസ് ബ്ലൂ കളർ ഇല്ലാത്ത ഫേഡിലൊരു ജീൻസ്. മുത്ത എൻജോയ്. സർപ്രൈസ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. സൈസിൽ നോക്കി സാധനം വാങ്ങാൻ അറിയില്ല. ഇവിടെ കഴിഞ്ഞിട്ടില്ല. വേറൊരു പാന്റ് സീൻ ഫേഡില്. സീൻ ലുക്ക് പാന്റാ മുത്ത. ഫിറ്റ് അല്ലേ? ആ അടുത്ത് മുത്ത എൻജോയ് വിത്ത് എവരിഡേ സാറ്റർഡേ ഹോളിഡേ. കാൽവിൻ ക്ലൈൻ നൽകുന്ന ഒരു ഹൾക്കിന്റെ ഷെഡി. ഹൾക്കിന്റെ ഷെഡി. ഹൾക്ക് ഉപയോഗിച്ച് വരുന്ന പച്ച ഷെഡി. കറക്റ്റ് മാച്ച്. മുത്ത ഇവിടെ ഇട്ട് നടക്കാന് സാധനം. വേറെന്താ കഴിഞ്ഞാ? കഴിഞ്ഞാ? അപ്പൊ എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മുടെ ആരാധകരോട് എന്താണ് പറയാനുള്ളത്? 100K സബ്ബായതിൽ എന്താണ് പറയാനുള്ളത്? താങ്ക് യു സോ മച്ച്. ഇത്ര ചെറിയൊരു ഇടവേളയിൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ഇത്ര ചെറിയ സമയം കൊണ്ട് തന്നെ നിഹാലിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ച എല്ലാവരോടും ഞങ്ങളുടെയും കമ്മിറ്റിയുടെയും എല്ലാവിധ നന്ദിയും ഭാഗങ്ങളും നേരുകയാണ്. റിനാൻ എന്താ പറയാനുള്ളത്? നല്ല തീറ്റല്ലേ? പിന്നെ കേക്ക് തിന്നണ്ടേ? വലിച്ചട്ടി തിന്നാ മടങ്ങിയിരുന്ന് തിന്നാ. കേക്ക് ഉണ്ട്. സൽമാൻ പടക്കം ബഷീർ നൽകുന്ന ഒരു മാലപ്പടക്കം. ഒന്ന് നല്ല കൂട്ടിട്ട് തന്നെ പൊട്ടിച്ചാട്ടോ. കേക്ക് നോക്കി മെച്ചിയെ. അഫി കേക്ക് എന്താണ് പറയാനുള്ളത് ഈ ഒരു സന്തോഷവേളയിൽ?
സന്തോഷവേളയിൽ നിഹാലി ഈ എന്താ പറയാ അല്ല 10 ദിവസം കൊണ്ട് വെറും 10 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ടാണ് 1 ലക്ഷം സബ് നിഹാൽ നേടിയിട്ടുള്ളത്. അപ്പം നിഹാൽ ഇനിയും 1 മില്യൺ സബ് കിട്ടാൻ പറ്റട്ടെ. അപ്പൊ ഇന്ത്യ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ കിട്ടിയില്ലല്ലോ, നമ്മളെ ഗോൾഡൻ പ്ലേ ബട്ടൺ കസ്റ്റംസ് പിടിച്ചിട്ടാ. അപ്പൊ നിഹാലിനെങ്കിലും ഒരു 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അടിച്ചിട്ട് ഗോൾഡൻ പ്ലേ ബട്ടൺ എനിക്ക് കാണാനുള്ള അവസരം കിട്ടിയിട്ട് എനിക്കോ കാണാൻ പറ്റിയില്ല. റൈറ്റ് ബിറ്റ് എടുത്തിക്കണേ, നമ്മളെ ബ്രൈഡാണേ. ഉമ്മച്ചി സെറ്റ് അല്ലേ? ഓക്കെ പാടം എല്ലാം വെച്ചെടുത്തിക്കണേ. എന്ത് വർത്താനം ഒരു ദിവസം ഇങ്ങോട്ട് വരാൻ പറയുമല്ലോടുമ്മ, ഒരു ദിവസം വരിട്ടോ. ആ ഓടെ മടിയിൽ ഉത്തരവാക്കണേ. എങ്ങനെ അതിനിച്ച് മാത്രല്ല ഉമ്മാനും കൂട്ടി വരണം. അപ്പൊ പിന്നെ സമ്മതിക്കാനൊന്നും പറ്റാനില്ലല്ലോ, ഉമ്മാനും കൂട്ടി വരാ. നിഹാലോ നിങ്ങൾ തിരക്കിലായോണ്ട് ഞാൻ പറയാത്തത്. നമുക്ക് സെറ്റാക്കാം, വീഡിയോ അയച്ചരാ. അപ്പൊ സുഹൃത്തുക്കളെ, നിഹാൽ 100K ആഘോഷിച്ച ഇതിൽ ഏറ്റവും വലിയ അന്തമുട്ട പടക്കണ്ടല്ലോ, ആ പടക്കാട്ടോ. അതെ ഈ ഐറ്റിലാണ് പൊട്ടി. ഓ എന്താ ശരിയാക്കാം, പൊറക്കാനുള്ളതുള്ളൂ. ഞാൻ കരുതി ചില്ലി വില്ലിയാവും. ഓ എന്തത് പൊട്ടുള്ള പക്ഷേ ഓനെ തന്നത് സൂപ്പർ സാധനമാണ്, പറന്നു പൊട്ടുന്ന. അപ്പൊ എന്തായാലും നമ്മുടെ 100K സെലിബ്രേഷൻസ് ഇവിടെ അവസാനിക്കുന്നില്ല. അപ്പൊ ഈ ഒരു എളിയ വ്ളോഗ് കണ്ട് ഇഷ്ടപ്പെട്ടവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരും ദിവസങ്ങളിലും നിഹാലിനെയും സൽമാനെയും ജിമ്മിയെയും അവിടെ ഇരിക്കുന്ന സ്റ്റീൽ അവർകളെയും എല്ലാവരുടെയും യൂട്യൂബ് ചാനലുകൾ എല്ലാവരും എല്ലാ വ്ളോഗ്സ് ഇങ്ങോട്ട് വാ, ഇതാരാ ഇങ്ങോട്ട് വരാൻ പറയുള്ളടേ. ആണോ ആ കുട്ടി ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരി കുട്ടി. ഇല്ലല്ല എന്തേലും പറ്റിയാ ബാ ഒരു പീസ് കേക്ക് കഴിച്ചിട്ട് പോവാ. വരി, അല്ല കേക്ക് ഉണ്ട്, ഇന്ന് ബർത്ത്ഡേ ആണ്. വാ വന്നാ ബാ ഒരു പീസ് കേക്ക് ഇന്ന് പോകാന്ന്. അപ്പൊ ഗൈസ് നമുക്കൊരു പുതിയ അതിഥി ഉണ്ട്. വരി, ഗസ്റ്റ് റോളിൽ വന്നിരിക്കുന്നു. പേരെന്താണ്? നേജ ഫാത്തിമ ഇന്ന് ഗസ്റ്റ് റോളിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പൊ നേജ ഫാത്തിമക്ക് നമ്മൾ നൽകുന്ന ഒരു പീസ് കേക്ക് തിന്നേ. ഒരു പീസ് തിന്നാ. എടാ ഇങ്ങോട്ട് വാടാ. നമത്തെ ഒരു പീസ് കേക്ക് എന്നാ ഓന്റെ പഠിക്കണേ. ഈ എത്ര ക്ലാസ്സിലാണ്? 4 സ്കൂളില് എരുമമ്മയുടെ സ്കൂളില്. അപ്പൊ നോമ്പുറവിക്ക് വന്നതാ പറയണ്ടേ. പക്ഷെ ഒരു കാര്യണ്ട്, കഴിച്ചോളിട്ടാ. സൂപ്പർ മുടി മാഷാ അല്ലാ. എന്നും മുടി അങ്ങനെ തന്നെ ആവട്ടെ. സൽമാൻ തിരിഞ്ഞ അതേപോലെ തന്നെ സൽമാന്റെ മുടി. അപ്പൊ സുഹൃത്തുക്കളെ, നമ്മളുടെ ഈ ഒരു എളിയ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി. വീണ്ടും മറ്റൊരു വ്ളോഗിൽ വെച്ചിട്ട് കാണാം. അപ്പൊ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ കാണാം. ബൈ ബൈ.